ഭയങ്കര കട്ടിയാട്ടാ. മുട്ട എല്ലാവർക്കും ഇഷ്ടമാണ്, ക്യാരറ്റും ഇഷ്ടമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്ന് ശല്യം ഉണ്ടാക്കാൻ. നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് ആളായല്ലേ, വെയിലായി. ഇപ്പം വെയിലടിച്ചേ ഉള്ളൂ. വളരെ കുറച്ച് ആൾക്കാർ ചോദിച്ചായിരുന്നു എന്തോ പറ്റി വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ചോദിച്ചത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായി കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടർക്കി കോഴിയുടെ മുട്ട കിട്ടിയിട്ടുണ്ട്. ഇതായി കാണുന്ന ടർക്കി കോഴിയുടെ മുട്ട വലിയ ടേസ്റ്റ് എന്നുള്ള മുട്ടയൊന്നുമല്ല, നമ്മുടെ ഈ ബ്ലോക്ക് കോഴിയുടെ മുട്ട ഉണ്ടല്ലോ അതേ സെയിം ടേസ്റ്റ് തന്നെ. ഈ താറാമുട്ടയ്ക്കാണെങ്കിലും കാടമുട്ടയ്ക്കാണെങ്കിലും നാടൻ മുട്ടയ്ക്കാണെങ്കിലും നാടൻ കോഴിമുട്ടയ്ക്കാണെങ്കിലും ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഈ ബ്ലോക്ക് കോഴിയുടെ മുട്ടയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ. പക്ഷേ ഇതിനങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. കുറച്ച് പുള്ളി ഡിസൈനൊക്കെ ഉണ്ട്. കാണുമ്പോൾ നമ്മുടെ താറാമുട്ട കണക്കൊക്കെ ഇരിക്കും, ഏകദേശം ആ ഒരു വലിപ്പമുണ്ട്. കോഴിമുട്ടയെക്കാട്ടി കുറച്ചും കൂടെ വലുത്. പിന്നെ കുറച്ച് കുത്തു പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ഒരു മുട്ട ചിക്കി എടുക്കുന്നൊരു തോരനാണ്, ക്യാരറ്റ് മുട്ടത്തോരൻ എന്ന് പറയും. അങ്ങനെ ഫേമസ് ഒരു ഡിഷൊന്നുമല്ല, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ചെറിയൊരു സംഭവമാണ്. ഇത് മെയിനായിട്ട് പ്രയോജനപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൾഫിലൊക്കെ റൂമിൽ താമസിക്കുന്നവരുണ്ടല്ലോ, ഈ ആഹാരങ്ങളൊക്കെ വെച്ച് കഴിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് സിമ്പിളായിട്ടൊരു കറി ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു ഡിഷെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് ഈ മുട്ട വെച്ച് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, ഇവിടെ ബ്ലോക്ക് കോഴിയുടെ മുട്ടയിലൊക്കെ വീട്ടിൽ ചെയ്യുന്നത്. പിന്നെ ഈ മുട്ടയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ഫ്രീ ആണെന്നാണ് പറയുന്നത്, മുഖക്കുരുവൊന്നും വരത്തില്ലെന്നാണ് പറയുന്നത്. അത് ഈ മുട്ട തന്ന ഫാമിൽ അദ്ദേഹം പറഞ്ഞതാണ്, സത്യമാണെന്ന് ദൈവത്തിനറിയാം. പക്ഷേ ഇത് പൊതുവേ പറയുന്നുണ്ട് ഈ ടർക്കി കോഴിയുടെ മുട്ടയ്ക്കും ടർക്കി കോഴി ഇറച്ചിക്കൊന്നും കൊഴുപ്പില്ല, അതുകൊണ്ട് വലിയ ദോഷമൊന്നുമില്ലെന്നാണ് പറയുന്നത്. ഈ വിദേശികളൊക്കെ ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. അവർ കൂടുതലായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. ക്യാരറ്റൊക്കെ അരിയണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. സിമ്പിൾ പരിപാടിയാണ്, ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. ഒരു ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്, 3, 2, 5 ക്യാരറ്റ്. പിന്നെ അതാ അവിടെ ഒരു ചെറിയൊരു ഇഞ്ചിയുടെ പീസ്. പിന്നെ അതാ ഇവിടെ ഒരു 2 വെളുത്തുള്ളി, ഒരു സവാള, പിന്നെ അതാ കുറച്ച് പച്ചമുളകും മതി. ഇനി ഇതെല്ലാം നമുക്ക് കൊത്തി അരിഞ്ഞെടുക്കണം കേട്ടോ. ക്യാരറ്റ് വെച്ചേ എന്തെങ്കിലും പാചകം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിക്കുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ നമ്മൾ ക്യാരറ്റ്, സവാള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളിയുടെ 2 പീസിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കാണും. അപ്പോൾ എല്ലാം കൂടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മുട്ടയായിട്ട് ഇട്ട് ചിക്കി എടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കാണണം. നമുക്ക് എണ്ണയിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ചൂടായി വരുന്നേ ഉള്ളൂ കേട്ടോ. ചൂടായി, എണ്ണ ചൂടായി, കടുക് പൊട്ടി വരിക. കടുകെല്ലാം ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കടുക് വറുക്കണം. എന്നിട്ട് ആ കടുക് വറുത്തതിലോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചേ ചെറിയ തീയിൽ വേവിക്കാം. ഇതെന്തായാലും ഇവിടെ നിന്ന് വേവുന്ന സമയത്ത് നമുക്കിതാ ഈ മുട്ട വെച്ചിട്ടൊരു ഓംലേറ്റ് അടിക്കാം. തോടിന് ഭയങ്കര കട്ടിയാട്ടോ, അത് പൊട്ടാൻ വലിയ പാടാണ്. എന്താണ്ടില്ലേ, പൊട്ടാൻ വലിയ പാടാണ്. പൊട്ടിയില്ല, എത്ര നേരമായിട്ട് പൊട്ടിയില്ലതാ. ഈ തോടിനകത്തുള്ള ഈ സംഭവം ഉണ്ടല്ലേ, ഈ ഒരു ലെയർ, അത് വലിയ പാടാണ്. ഇങ്ങോട്ട് യെസ്. മുട്ട പൊരിക്കുമ്പം എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ വേണ്ടി ഇങ്ങനെ പിടിച്ച് കറക്കേണ്ട കാര്യമില്ല. വേറൊരു ട്രിക്കുണ്ട്, ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു ട്രിക്കാണ്. കുറച്ച് മുട്ട
അതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് അതിൽ വെച്ചിട്ട് ഇങ്ങനെ കറക്കിയാൽ മതി. കണ്ട, ബ്ലോക്ക് കോഴിയുടെ സെയിം മുട്ടയുടെ കളറാട്ടാ. ഈ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് കളറായിട്ട് തോന്നുന്നേ ഉള്ളൂ. യെസ്. ഇനി നമുക്ക് നേരത്തെ വെച്ചിരുന്ന ഈ സംഭവം എന്തായെന്ന് നോക്കാം. ഒരുവിധം വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ടർക്കി കോഴിയുടെ മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇത് കുറച്ച് വകഞ്ഞ് മാറ്റണം. നമ്മളിതിൽ സിമെൻ്റ് കുഴയ്ക്കുന്നതാണെങ്കിൽ നടുക്ക് കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം ഈ മുട്ട എടുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കാൻ. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ അങ്ങ് ചിക്കിയാൽ മതി. ആ മുട്ടയുടെ ഒരു കൊഴുകൊഴുപ്പുണ്ടല്ലോ, വഴുവഴുപ്പ്, അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ സംഭവം റെഡിയായി, ഏകദേശമായി. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടേ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബ്ലോക്ക് കോഴിയുടെ മുട്ടയുടെ അതേ കണക്ക് തന്നെ ഇരിക്കുന്നതെന്ന്. ബ്ലോക്ക് കോഴിയുടെ മുട്ടയുടെ ഓംലേറ്റിൻ്റെ അതേ ടേസ്റ്റ് ആട്ടാ. പിന്നെ ബ്ലോക്ക് കോഴി മുട്ടയെക്കാട്ടി കുറച്ചും കൂടെ ഒരു കട്ടിയുണ്ട്. നമ്മുടെ പ്രിപ്പറേഷനെല്ലാം കഴിഞ്ഞ കേട്ടോ. അതാ മുട്ട പൊരിച്ചത്, പിന്നെ ഇതാ നമ്മുടെ ക്യാരറ്റ് മുട്ടത്തോരൻ, അപ്പോൾ എല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. വലുതായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഈ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. കാര്യം ക്യാരറ്റിൻ്റെ ഒരു മധുരവും പിന്നെ ആ ഒരു മുട്ടയുടെ ഒക്കെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും അതിൻ്റെ മണമൊക്കെ കേൾക്കുമ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ അല്ലാതെ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഗൾഫിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ റൂമിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അത്യാവശ്യം നല്ലൊരു സാധനമാണ്. അപ്പം വേറെ വലുതായിട്ടൊന്നുമില്ല. എന്നെങ്കിൽ മുട്ടയും കൂടെ കഴിക്കാം. മുട്ട പൊരിച്ച് വെച്ചിരുന്ന മുട്ട ഓംലേറ്റ്, അതും കൂടെ. മുളകുണ്ടായിരുന്നു, മുളക് കടിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ, വേറെ വലുതായിട്ടൊന്നുമില്ല. അപ്പോഴേ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കട്ടോ. കാര്യം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടായിക ഒന്നും വരത്തില്ല. കാര്യം മുട്ട എല്ലാവർക്കും ഇഷ്ടമാണ്, ക്യാരറ്റും ഇഷ്ടമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്ന് ശല്യം ഉണ്ടാക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യട്ടോ പറ്റുമെങ്കിൽ.